എത്തിയിട്ടുണ്ട്. സുജിത്ത്, അങ്ങനെ ട്രെയിൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കാര്യമായി വൈകാതെ തന്നെ ഈ ട്രെയിൻ കൊച്ചിയിലേക്ക് എത്തിച്ചേരും. അതിനൊക്കെയുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടാകണം അല്ലേ? അതെ അതെ അനുജ, എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മന്ത്രിയുടെ MP ഓഫീസിൽ നിന്നും, കൊല്ലം MP NK പ്രേമചന്ദ്രൻ്റെ ഓഫീസിൽ നിന്നുമാണ് ഇടപെട്ട് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ കുട്ടി ട്രെയിനിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആയൂർ സ്വദേശിനിയാണ്, 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കരുകോൺ സ്വദേശിനിയാണ്, 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, 13 വയസ്സുകാരിയാണ്. ഈ 3 വർഷമായി കുട്ടി ഹൃദ്രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഏതായാലും ഇന്നാണ് കുട്ടിക്ക് അനുയോജ്യമായ ഹൃദയം ലഭ്യമാണെന്ന വിവരം ലിസി ആശുപത്രിയിൽ നിന്നും അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരിന്ന് ശ്രീചിത്ര ആശുപത്രിയിലായിരുന്നു നേരത്തെ ചികിത്സയിലുണ്ടായിരുന്നത്. ചികിത്സയ്ക്ക് വിധേയമായ ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ പോത്തൻകോട് ഭക്ഷണം കഴിക്കാൻ കയറി. ആ സമയത്താണ് ഇവർക്ക് ഒരു അറിയിപ്പ് ലഭിച്ചത്. എത്രയും പെട്ടെന്ന് തന്നെ ലിസി ആശുപത്രിയിലേക്ക് എത്തണം, ഇപ്പോൾ തന്നെ എത്രയും വേഗം എത്തിയാൽ 7 മണിയോട് കൂടി തന്നെ ആശുപത്രിയിൽ എത്തിയാൽ നടപടികളൊക്കെ പൂർത്തീകരിച്ച് ഉടൻ തന്നെ ശസ്ത്രക്രിയ നടത്താമെന്ന വിവരമാണ് അറിയിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഇവർ MP അടക്കമുള്ള ഓഫീസുകളുമായി ബന്ധപ്പെടുകയായിരുന്നു. എയർ ആംബുലൻസിനുള്ള ഒരു സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ട ക്രമീകരണങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. പക്ഷേ കുട്ടിക്ക് ചില ബുദ്ധിമുട്ടുകൾ കുട്ടിയെ അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടുകൂടിയാണ് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, ആംബുലൻസിൽ പോകുന്നതിന് കുട്ടിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് അറിയിച്ചു. അങ്ങനെയാണ് വന്ദേ ഭാരതിലേക്ക് എത്തിയത്. ഏതായാലും വന്ദേ ഭാരത് ട്രെയിൻ എത്തിയിരിക്കുന്നു. 4:58 എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഇപ്പോൾ 5:02. ഇപ്പോൾ തന്നെ ട്രെയിൻ അല്പസമയത്തിനകം തന്നെ പുറപ്പെടും. അങ്ങനെയെങ്കിൽ 6:30 കൂടിയാകും ഈ ട്രെയിൻ എറണാകുളത്തേക്ക് എത്തുക. അതിനുശേഷം കുട്ടി ആശുപത്രിയിൽ എത്തിക്കുകയും അതിനുശേഷം ഉടൻ എത്രയും വേഗം തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിവരങ്ങളാണ് നമുക്ക് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും കുട്ടിയുടെ ബന്ധുക്കളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുജ, സുജിത്ത്, ഈ കുട്ടി വളരെ വേഗം തന്നെ എറണാകുളത്ത് എത്തിച്ചേരേണ്ടതുണ്ട്. ഹെലികോപ്റ്ററിലാണ് യഥാർത്ഥത്തിൽ യാത്ര ചെയ്യേണ്ടത്. പക്ഷേ അത് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് വന്ദേ ഭാരത് ഓപ്റ്റ് ചെയ്തത്. ഒരു കാരണവശാലും ട്രെയിൻ വൈകാൻ പാടില്ല. നമുക്കറിയാം, സാധാരണഗതിയിൽ വന്ദേ ഭാരത് അങ്ങനെ വൈകി എത്തുന്ന ഒരു ട്രെയിനല്ല. പക്ഷേ ചില മിനിറ്റുകളുടെയൊക്കെ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ തന്നെ അല്പം വൈകിയൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി ഒട്ടും വൈകാതെ തന്നെ ഈ ട്രെയിൻ യാത്ര തുടരും അവിടെ നിന്ന്. അതിനൊക്കെയുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ സുജിത്ത്? അതെ അനുജ, അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4:50 കൊല്ലത്തേക്ക് ഈ ട്രെയിൻ എത്തേണ്ടിയിരുന്നത്. എന്നാൽ 4:58 എത്തുമെന്നാണ് അറിയിച്ചത്. പക്ഷേ 5 മണിയായിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഒട്ടും വൈകാതെ തന്നെ ഈ ട്രെയിൻ എത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അറിയിച്ചിട്ടുണ്ട്. റെയിൽവേ ഇതിൽ വേണ്ട ശക്തമായ ഇടപെടൽ തന്നെ നടത്തിയിരിക്കുന്നു എന്നാണ്. കൂടുതൽ റെയിൽവേ ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തുകയും മറ്റുള്ള ലോക്കോ പൈലറ്റ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിവരങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മറ്റിടങ്ങളിൽ അധികം വൈകാതെ തന്നെ സ്റ്റോപ്പുകളിൽ അധികം വൈകാതെ എത്രയും പെട്ടെന്ന് തന്നെ ട്രെയിൻ അങ്ങ് എറണാകുളത്തേക്ക് എത്തുന്നതിനുള്ള സൗകര്യങ്ങൾ, ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ പോകണം, റെയിൽവേ അവിടേക്ക് എത്തണം, ട്രെയിൻ എത്തണം എന്നുള്ളൊരു വിവരമാണ് നൽകുന്നത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. കേരള പോലീസ് ഒപ്പം റെയിൽവേ പോലീസ് ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. അവർ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ഈ ട്രെയിൻ ഇവിടെ നിന്നും ഇനി ഒരു സാധ്യതയില്ല, വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് സാർ. ഏതായാലും റെയിൽവേ പോലീസ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ട്രെയിൻ വൈകാനുള്ളൊരു സാധ്യതയില്ല. ഒട്ടും വൈകാതെ എത്രയും വേഗം എറണാകുളത്തേക്ക് ട്രെയിൻ എത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു നിർദ്ദേശം ഈ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റിനടക്കം നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ട്രെയിൻ അവിടേക്ക് എത്തും. 6:30 കൂടി തന്നെ ട്രെയിൻ എത്തും. 7 മണിക്ക് തന്നെ മറ്റ് നടപടികൾ പൂർത്തിയാക്കി കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലിപ്പോൾ എറണാകുളത്ത് എത്തിച്ചേർന്നാൽ പ്രത്യേക സംവിധാനങ്ങൾ, ലിസി ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, അതേക്കുറിച്ച് സുജിത്തിന് അറിയാമോ? ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അതേക്കുറിച്ച് നമുക്ക് അവരോട് ആ വിവരങ്ങൾ ഒന്ന് തേടേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ട്രെയിൻ സൈറൻ മുഴങ്ങിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ പുറപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആംബുലൻസിൽ അടുത്ത ദൂരത്തേക്ക് ലിസി ആശുപത്രിയിൽ നിന്ന് ലിസി ആശുപത്രിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് എത്രയും വേഗം എത്തിക്കുന്നതിനുള്ള ആംബുലൻസ് അടക്കം വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ട്രെയിൻ 6:30 കൂടി തന്നെ
റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. അവിടെ നിന്നും കുട്ടിയെ പ്രത്യേകം ഒരുക്കിയിട്ടുള്ള സംവിധാനത്തിൽ ആ ഒരു യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആ യാത്രാ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കും. 7 മണിയോടുകൂടി തന്നെ കുട്ടിയെ മറ്റു ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി മറ്റു നടപടികളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് കുട്ടിയുടെ ശസ്ത്രക്രിയ നടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. ട്രെയിൻ നീങ്ങി തുടങ്ങിയിരിക്കുകയാണ് അനുജ. ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ട്രെയിൻ ഇവിടേക്ക് എത്തട്ടെ, കുട്ടി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകട്ടെ, പൂർണ്ണ ആരോഗ്യവതിയായി തിരികെ നാട്ടിലേക്ക് അഞ്ചൽ കരികോണിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് നമുക്കും ഈ അവസരത്തിൽ പറയാനുള്ളത്. അതാണ് നമ്മളും ആശംസിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കപ്പെട്ട ആ കുട്ടി പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചെത്തട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. വന്ദേ ഭാരതിലാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഇപ്പോൾ അഞ്ചൽ സ്വദേശിനി 13-കാരിയായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയും കുടുംബവും പുറപ്പെട്ടിരിക്കുന്നത്. ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാലാണ് വന്ദേ ഭാരത് തിരഞ്ഞെടുത്തത്. വളരെ വേഗം തന്നെ കൊച്ചിയിലേക്ക് എത്തിക്കുക. ഏതാണ്ട് 7 മണിയോടെ ലിസി ആശുപത്രിയിൽ എത്തും. അതിനുശേഷം ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആ പെൺകുട്ടി വിധേയയാകാൻ പോവുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ലിസി ആശുപത്രിയിൽ തന്നെ മറ്റൊരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു. ഇന്ന് അടുത്ത ദൗത്യം. പക്ഷേ ഇവിടെ ഈ പെൺകുട്ടിയും കുടുംബവും സഞ്ചരിക്കുന്നത് വന്ദേ ഭാരതിലാണ്. സാധാരണഗതിയിൽ വളരെ വേഗം തന്നെ എത്തേണ്ടുന്നതാണ്, ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കേണ്ടതാണ്. ഇവിടെ വന്ദേ ഭാരതിൽ സഞ്ചരിച്ചുകൊണ്ട് ആ ഒരു ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.